തമിഴ്നാട്ടിലെ 10 സർവകലാശാല നിയമങ്ങൾക്കുള്ള സ്റ്റേ സുപ്രീം കോടതി റദ്ദാക്കി. മദ്രാസ് ഹൈക്കോടതി ഏർപ്പെടുത്തിയ സ്റ്റേ ആണ് റദ്ദാക്കിയത്. തമിഴ്നാട് സർക്കാരിന്റെ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ നടപടി. വിഷയം വീണ്ടും ഹൈക്കോടതി പരിഗണിച്ച് തീരുമാനമെടുക്കണമെന്നാണ് നിർദ്ദേശം. സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റി മുഖ്യമന്ത്രിയെ നിയമിക്കാൻ വേണ്ടിയാണ് 10 നിയമങ്ങൾ നിയമസഭ പാസാക്കിയത്. ലീഗൽ കറസ്പോണ്ടന്റ് ഷബ്നയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷബ്ന, എന്തായാലും നിർണായകമായിട്ടുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് തമിഴ്നാട് സർവകലാശാലകളെ എങ്ങനെയാകും ബാധിക്കുക? എന്താണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ ഉത്തരവ്. കാരണം സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നടത്താനിരുന്ന നിയമനങ്ങൾ മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഈ സ്റ്റേ ആണ് സുപ്രീം കോടതി നീക്കിയത്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേ നീക്കുകയും തുടർന്ന് ഈ വിഷയം ഹൈക്കോടതി തന്നെ പരിഗണിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഗവർണറുടെ അമിത അധികാരം സംബന്ധിച്ചുള്ള തർക്കത്തിനിടെ ഇത്തരത്തിൽ 10 നിയമനങ്ങൾ നടത്തുക എന്നതായിരുന്നു സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത്. ഇതിനാണ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയത്. ഇപ്പോഴേതായാലും സുപ്രീം കോടതി ഈ നിയമനങ്ങൾ സ്റ്റേ ചെയ്ത് ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും വീണ്ടും ഹൈക്കോടതിയോട് ഈ വിഷയം പരിഗണിക്കാൻ പറയുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവുണ്ടായാൽ സംസ്ഥാന സർക്കാരുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. ശരി ഷബ്ന.